വീട്ടിൽ ബീഫ് മേടിച്ചിട്ടുണ്ടോ അന്ന് ഈ ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ റെസിപ്പി എങ്ങനെയാ നോക്കിയാലോ. ആദ്യം തന്നെ കുക്കറിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഗ്രാമ്പു, ഏലക്ക, പട്ട, പെരിഞ്ചീരകം. സ്പൈസസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇനി ചെറുതാക്കി അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതേ അളവിൽ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഇനി കുറച്ച് കരിവേപ്പിലയും, ഫ്ലേവറിന് കുറച്ച് ഗരം മസാലയും, എരിവിന് കുരുമുളക് പൊടിയും, പാകത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് ബീഫ് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കുറെ അധികം തേങ്ങാക്കൊത്തും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എണ്ണ തെളിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി എന്നെ പോലെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറിനോടാണ് താല്പര്യമെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്താൽ മതി.